അപ്പൊ നമ്മൾ ഇത്രയും നാൾ ശബ്ദത്തിലൂടെ വന്നത്. അപ്പൊ ഇന്ന് ഇങ്ങനെ നിങ്ങളെ മുമ്പിൽ വരാന്ന് കരുതി. അപ്പം എല്ലാരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും, എന്നാലും ഇച്ചിരി സമയമുള്ള വീഡിയോ ഉള്ളു കേട്ടോ. അപ്പം ഞാൻ എല്ലാരും ഒന്ന് പരിചയപ്പെട്ട. ഇത് ഞങ്ങളുടെ അമ്മ, ഞങ്ങൾ 3 പേരാണ് ഇതിൽ. ഞങ്ങളുടെ അമ്മ, ഇത് അമ്മയുടെ പേര് കവിത, ഇതെന്റെ ചേച്ചി, ചേച്ചിയുടെ പേര് രേഷ്മ. പക്ഷെ അഞ്ജു എന്നാ വിളിക്കുന്നത്. ആ പേരെ നിങ്ങൾ വ്ലോഗിലൊക്കെ കേൾക്കത്തുള്ളൂ. പിന്നീട് ഇനി ഒരാളും കൊണ്ട് ചേട്ടൻ, കാരണം നമുക്ക് ഫോൺ വെക്കാനൊരു ഇതില്ലാത്തതുകൊണ്ട് ചേട്ടൻ വീഡിയോ എടുത്തിട്ടാണ്. ഇനിയിപ്പോൾ ചേട്ടനെ കാണിക്കുമ്പോൾ ചേച്ചി പോയി വീഡിയോ എടുക്കും. അപ്പോൾ രാവിലെ തിരുവണ്ണാട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി, കൃഷ്ണനാലയിലൊക്കെ പോയി. അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബം. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതെൻ്റെ മോള്, എൻ്റെ മോള് അർപ്പിത, ഞങ്ങളെല്ലാവരെയും മോള്. അപ്പോഴ് എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ഓണം നേരുന്നു. ഇനി ചേട്ടനെ കൂടെ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ഷൊട്ടാണ്, ഷൊട്ട്. ഇത് ഞങ്ങളുടെ ചേട്ടൻ ബിബിൻ. ചേട്ടന് ബിസിനസ്സാണ് സോളാറിന്റെ. അമ്മയും ചേട്ടനും ബിസിനസ്സാ. ചേച്ചി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിയൊന്നും ആയില്ല, ചേച്ചിയും ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങൾ ഈ 5 പേരാണ്. ഞങ്ങളുടെ മോളും കൂടെ കൂട്ടി ഞങ്ങൾ 5 പേര്. ഇതെന്റെ ബ്രദറ്, അതെന്റെ സിസ്റ്റർ, ഞാൻ 3ാമത്തത്, ഇത് എൻ്റെ മോള്, ഇത് ഞങ്ങളുടെ അമ്മ. അപ്പൊ ഇത് ഞങ്ങളൊരു കൊച്ചു ഫാമിലി. അപ്പൊ ഓണാശംസകൾ പറ. ഓണാശംസകൾ. അപ്പൊ രാവിലത്തെ അമ്പലത്തിൽ പോയ വീഡിയോ ഇതിന്റെ കൂടെ ആദ്യമായി. അപ്പൊ എല്ലാരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ. അങ്ങനെ രാവിലെ നമ്മൾ അമ്പലത്തിൽ വന്ന് കുറച്ച് പുലർന്നിട്ടാണ് വന്നത്. നമ്മൾ ആശ്രാമ അമ്പലത്തിലാണ്, കൃഷ്ണനാണ് ഇവിടെ പ്രതിഷ്ഠ. അപ്പോൾ നമ്മൾ മാസത്തിലൊക്കെ വരുന്നതാണ്. ഇപ്പോൾ കുറേ ആയി വന്നിട്ട്, ഞാൻ ഒത്തിരി ആയി വന്നിട്ട്. ഞാൻ മോളുടെ ചോറൂണ് കഴിഞ്ഞ് പിന്നെ 1 or 2 വട്ടം വന്നിട്ടുണ്ട്, പിന്നെ വന്നിട്ടില്ല. ഇപ്പോൾ കുറേ ആയിട്ടാണ് വന്നത്. ഇവിടെ നിന്ന് ഒരു തുളസിമാല പതിവാണ്, പക്ഷേ ഇപ്രാവശ്യം അമ്മ കെട്ടിക്കൊണ്ടാണ് വന്നത്. വീട്ടിൽ നിന്ന് തുളസിമാല കെട്ടിക്കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് തുളസിമാല മേടിച്ചില്ല, ബാക്കി എണ്ണയും പട്ടും കാര്യങ്ങളും എല്ലാം മേടിച്ച് ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കണമെന്നായിരുന്നു. ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നൊരു വീഡിയോ ഇവിടുന്ന് എടുക്കണമെന്നായിരുന്നു. പക്ഷേ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ എടുത്താലും വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നീട് വീട്ടിൽ വെച്ച് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അത്തക്കളമൊക്കെ കൃഷ്ണനെ വെച്ച് ഇട്ടിട്ടുണ്ട് വരച്ച്. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് വെളിയിലിറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നമുക്ക് നിന്ന് സമാധാനത്തിൽ തൊഴാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. വെപ്രാളൊന്നും ആരും കാണിക്കാത്തതുകൊണ്ട്. പിന്നെ അതാണ് നമ്മളെ സ്വത്ത് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇങ്ങനെ അവൾക്ക് ഇങ്ങനെയൊക്കെ കളിക്കാൻ ഇഷ്ടം. പക്ഷേ നമുക്ക് ഈ തിരക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു പേടിയാണ്. ഇപ്പോൾ നമ്മളെ ശ്രദ്ധയുണ്ട്. പിന്നെ ഇച്ചിരി ഒന്ന് അവിടെയൊക്കെ ഒന്ന് ആളൊഴിഞ്ഞു. അമ്പലത്തിനകത്ത് നല്ല തിരക്കുള്ളപ്പം ഇവിടെ കുറച്ച് ആളൊഴിവുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ അവളറിയാതെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുകയാണ്. അവളെ നിർത്തിയിട്ട് പോസ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഫോട്ടോ അത്ര നന്നാവില്ല. അപ്പോൾ അവൾ അറിയാതെ ഇങ്ങനെ കയറി വരാനൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുത്തു. അതിപ്പോൾ അത് കാണിക്കുവാണ്, കൊള്ളാവോ എന്ന്. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് അവിടെയൊക്കെ കുറേ നേരം ഓടി നടന്ന്. ഇവിടെ തന്നെ ഈ പടിയിലിരുന്ന പ്രോഗ്രാമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് സ്റ്റേജ്, അതിന് സ്റ്റെപ്പിൻ്റെ നേരെയാണ് സ്റ്റേജ്. പിന്നീട് താണ്ടി ഇത് അവിടുത്തെ ആന, അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചേക്കും. അപ്പോൾ അതിൻ്റെ അടുത്തും പോയി അവളുടെ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് പിന്നീട് നമ്മൾ വീട്ടിൽ വന്ന് കാപ്പി കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. എല്ലാം തിരിച്ചല്ല, നേരെ ഇട്. എല്ലാം ഇങ്ങനല്ലേ ഇടണ്ടേ? ഓ, മക്കള് കിളിഞ്ചോല എടുത്തോ? ഇതാ അവരെ മോന് വെച്ചേക്കുന്നത്. അങ്ങനെ രാവിലത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് അമ്പലത്തിൽ വെച്ച് നമ്മളെടുത്ത ഫോട്ടോ ആണ്, അമ്മയും മോനും. പിന്നീട് ചേച്ചിയും അമ്മയും കൂടെ നിർത്തിയൊരു ഫോട്ടോ എടുത്ത്. ഇതാണ് എൻ്റെ ചേച്ചിയും അമ്മയും. പിന്നെ ചേച്ചിയമ്മയും മോളും. എൻ്റെ ചേച്ചി എൻ്റെ മോള് വിളിക്കുന്നത് ചേച്ചിയമ്മേനാണ്. പിന്നെ ഇത് ഞങ്ങളെ സ്വത്ത്, അവളുടെ ഒരു സിംഗിൾ ഫോട്ടോ എടുത്ത്. പിന്നീട് ഞങ്ങൾ 3 പേരും, പെങ്ങന്മാരും 2 പെങ്ങന്മാരും ഒരാങ്ങളെയും, അങ്ങനെ ഞങ്ങൾ 3 പേരെ എടുത്ത്. പിന്നെ ഞങ്ങൾ 3 പേര് എവിടെ നിന്ന് എടുത്താലും അവൾ ഓടി വരും. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്ത്. പിന്നീട് ഞാനും മോളും. ഇതുപോലൊരു ഫോട്ടോ ഉണ്ട് മോളുടെ ചോറുടുപ്പ് കഴിഞ്ഞ സമയത്തുള്ളത്. അപ്പോൾ അതൊൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തേ, അതുപോലെ തന്നെ. പിന്നീട് ഞാനും അമ്മയും പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഉള്ളൊരു ഫോട്ടോ എടുത്ത്. പിന്നെ ഒരാളെ കൂട്ടി ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുപ്പിച്ചു. അപ്പോൾ നമ്മളെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഹാപ്പി ഓണം, ബൈ ബൈ.